ഇന്നലെ ഇവിടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു. അത് കണ്ണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും കെ സുധാകരനും അതുപോലെ BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും 3-4 പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത്. അതിൽ എൻ്റെ പേര് വലിച്ചിഴച്ചു. എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ആ ഇരുന്നൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്? അത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലൊരു ആന്തരിക ബന്ധമാണ്. BJP RSS കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണത്. ഇവർ രണ്ടുപേരും ആലോചിച്ചു. അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ്. ഈ കേരളത്തിലെ ചില ാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും. എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവനാണ്. അവനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി. ആ സമയത്ത് അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് എൻ്റെ മകനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് സംസാരിച്ചു. അവനോട് നമ്പർ ചോദിച്ചു. അവൻ എന്തിനാണെന്ന് ചോദിച്ചു. അല്ല, നമ്പർ പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. അവൻ ഒരു മെസ്സേജും അവർ വിളിച്ച ഒരു കോളിനും തിരിച്ചു വിളിച്ചിട്ടില്ല. ആ ശോഭാ സുരേന്ദ്രൻ ചെയ്തത്, ശോഭാ സുരേന്ദ്രനും മോദിയും മറ്റ് BJP നേതാക്കളുമുള്ള ചില ഫോട്ടോ ഇവൻ അയക്കും. അപ്പോൾ ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി കൊടുക്കും. അവനത് ക്ലോസ് ചെയ്തു. വേറെ ഒരു കാര്യവുമില്ല. എന്ത് മൊബൈലാണ് കാണിക്കുന്നത്? എന്ത് മൊബൈലാണ്? ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ആ മൊബൈൽ വാങ്ങി പരിശോധിക്കണം. ഇങ്ങനെ എന്തും പറയാൻ മടിക്കാതിരിക്കുക. അവരും ഇതെല്ലാം തമ്മിൽ ബന്ധമുള്ളതിന് അത് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല. ഇതെല്ലാം പല രാഷ്ട്രീയക്കാരും നേതാക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിക്കുന്നവരല്ല. എന്നെപ്പോലെയുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത്? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അതൊരു കോൺസ്പിരസിയാണ്. അത് മറുപടി പറയാൻ കഴിയാത്ത അവസരത്തിൽ സുധാകരൻ ഏതായാലും പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലെ BJP നേതാവ് രാജ സംസാരിച്ചു. അങ്ങനെ അമിത്ഷായെ കാണാൻ പോയി. 3-4 തവണ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി സുധാകരൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങളെല്ലാം കാത്തിരിക്കൂ. തീർച്ചയായും കാണാം. അതുകൊണ്ട് അത്തരത്തിലുള്ള സുധാകരൻ്റെ RSS BJPയിലേക്കുള്ള ചാട്ടം, അതിന് ഞങ്ങളെയൊന്നും എടുത്ത് പകരം വെച്ച് എല്ലാവരും ഇങ്ങനെയാണ് ഇന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾ RSS സംഘപരിവാറിനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ്. ഞാനത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. ഗൂഢാലോചന ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ സുധാകരൻ്റെ നിലപാട് സംബന്ധിച്ചൊരു രാജ്യം മുഴുവൻ ഒരു വസ്തുത പരന്നു. അത് അയാളും അംഗീകരിച്ചു. അയാൾ രാജേനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ BJPയുടെ ഒരു പ്രമുഖനായ നേതാവ് എന്നെ സമീപിച്ച് ഞാനങ്ങനെ 3-4 വട്ടം അവരുമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ 2 വർഷത്തോളമായി ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട്. ആകെ ഞാൻ അതിനിടയിൽ പോയത് നമ്മുടെ മന്ത്രിമാരും MLA-മാരും ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ്. ഞാൻ എനിക്കെന്താ ഈ നന്ദകുമാറിൻ്റെ പുറം പോകേണ്ട കാര്യം? എന്തിനാ അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ മറുപടി പറഞ്ഞുകൊള്ളുക. ഞാനിങ്ങനെ ആരെങ്കിലും കൂടെ ടിക്കറ്റ് എടുത്ത് പോകാനല്ല. നേരത്തെ ഒരു മാധ്യമക്കാർ ശോഭ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്നിവിടെ കണ്ടിട്ടില്ല. ആകെ കണ്ട ഞാൻ പറഞ്ഞില്ല, നേരിട്ട് അടുത്ത് 5 മീറ്ററിനകത്ത് കണ്ടത് ഈ കോട്ടയത്താണ്. എന്തും വിളിച്ചു പറയുക. ഇതാണോ BJPയുടെ സംസ്കാരം? ഇതാണോ BJPയുടെ രാഷ്ട്രീയം? എന്തും വിളിച്ചു പറയുക, എന്തും പറയുക. ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയും, ഈ നാട് തിരിച്ചറിയും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഈ BJP RSS കോൺഗ്രസ് ബന്ധം, അതിൻ്റെ ആസൂത്രിതമായ ആലോചനയാണ് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഞാൻ യഥാർത്ഥത്തിൽ അതിനുശേഷം കണ്ടെടുത്തെങ്കിൽ ഇന്നലെ തന്നെ നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ ഞാൻ യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഞാൻ വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നു. നിങ്ങൾക്കെല്ലാം ഇതറിയണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്നലെ മറ്റൊരു ആരോപണം, പ്രകാശ് ജാവദേക്കറുമായി ഒരു ചർച്ച ജയരാജന്റെ സാന്നിധ്യത്തിൽ നടത്തിയെന്നാണ്. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നു, അവിടെ ചില സെറ്റിൽമെന്റിന്റെ ഒക്കെ ഭാഗമായി ജയരാജനുമായി സംസാരം നടന്നതാണ് പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി? എന്നെ കാണാൻ വന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാനവിടെ പോലും വളരെ കുറവാണ്. ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് ഒരാൾ മകനോട് ചോദിച്ചു. അച്ഛൻ ഇവിടെ ഉണ്ട്, ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ്, പിന്നെ ഇവിടെ ഉണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കയറി. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിലൊരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാനുമായിട്ട് വേണ്ട. നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങളൊരു കാര്യം ഇവിടെ ഇരുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് പോയാൽ. അപ്പോൾ അല്ല, ഞങ്ങൾ ഇറങ്ങുകയാണ്. നിന്ന സ്ഥലത്ത് നിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ്. ഇതൊന്നും എൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുണ്ട്? കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ വരുന്നില്ലേ? BJPയുടെ നേതാക്കൾ വരുന്നില്ലേ? ഇവർ മാത്രമാണോ? ആരെല്ലാം വരുന്നത് സംസാരിച്ച് ഞാൻ LDFൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനി എന്നുള്ള നിലയിൽ ഏതെല്ലാം പാർട്ടിക്കാർ വരുന്നുണ്ട്, ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നു. വൈദികന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട്, പല മുസ്ലിയാർമാർ അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഞാൻ ജനകീയ പ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു ജനകീയനായിട്ടുള്ള LDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പല ആവശ്യങ്ങളുമായിട്ട് വരും, കാണും, സംസാരിക്കും. അതുകൊണ്ട് ആരോടെങ്കിലും സംസാരിക്കുന്നതിലൊന്നും ഞാൻ ഇന്ന് വരെ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതങ്ങ് സംസാരിച്ചാൽ അങ്ങ് മാറിപ്പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ, ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്, വിളിച്ചു പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരും. അവരുടെ പടം വരാൻ വേണ്ടി കാണിക്കുന്ന ജാഗ്രതയാണിത്. ഈ TV വന്നതോടുകൂടി ഇത്തരത്തിലുള്ള കുറേ ആളുകൾ, വമ്പന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ ചാനലിൽ കാണണം. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റായിട്ടുള്ള രാഷ്ട്രീയത്തെ തന്നെ മലീരസമാക്കുന്ന, വൃത്തികേടാക്കുന്ന, അതിൻ്റെ വ്യക്തിത്വത്തെ, രാഷ്ട്രീയത്തിൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില ശക്തികൾ പരിശ്രമിക്കും. അത് നിങ്ങൾ കൂടി ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദകുമാർ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ കേസ് കൊടുക്കണ ഒരു വകുപ്പ് വേണ്ടേ? വെറുതെ പോയി കേസ് കൊടുക്കാൻ പറ്റൂ? ഇന്നലെ ഞാൻ ഈ ചാനലിൽ കണ്ടു, അത് ഏഷ്യാനെറ്റാന്ന് തോന്നുന്നു, അതിൻ്റെ അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തടിസ്ഥാനത്തിൽ അയാൾ പേർക്ക് കേസ് കൊടുക്കുക? എനിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞാൻ കേസ് കൊടുക്കുക? ഏത് രീതി? അയാൾ ഇതെല്ലാം ഞാൻ പറയണത് അതെല്ലാം കഴിഞ്ഞുപോയ ഓരോ കാലഘട്ടത്തിൽ പ്രശ്നമല്ലേ? അതിനെല്ലാം ഞാൻ കേസ് കൊടുക്കണം. ഇപ്പോൾ ഒരു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പലരും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി വന്നിട്ടുണ്ട് എറണാകുളത്ത്, മുരളി. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ്. അതുപോലെ പലരും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണ
ഞങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. ചേട്ടാ, ഈ BJP കേന്ദ്ര നേതാവ് ജയരാജനെ കാണാമെന്ന് എന്തിനായിരിക്കും? അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിച്ചു എന്താ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവഴി പോകുന്ന അവസരത്തിൽ നിങ്ങളിവിടെ റോഡിൽ ഈ നാഷണൽ ഹൈവേൻ്റെ അടുത്ത് തന്നെ അത് അവിടുന്ന് കയറിയുണ്ട്, അവിടെയാണ് ഫ്ലാറ്റ് മകൻ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അപ്പോൾ ഒന്ന് കണ്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ അദ്ദേഹമായി കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടില്ല. അതുകൊണ്ട് കണ്ട് പരിചയപ്പെടാം, അതിനു വേണ്ടിയാണ് വന്നത്. ഇത്രയും കാര്യമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. കാരണം അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങളിവിടെ ഇരിക്കൂ. പിന്നെ ഞാൻ മകനോട് നിങ്ങളൊരു ചായ കൊടുക്കും അദ്ദേഹത്തിന്. പക്ഷേ പറഞ്ഞൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി. ഒരു ഞാൻ പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു. വേറൊരു വർത്താനമില്ല. എന്നെ കാണാൻ വരുന്നവരെല്ലാം പാർട്ടിനെ ആരെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം പാർട്ടിനെ ഇന്ന് നാളുകൾ കാണാമെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇത് അദ്ദേഹം ഒരു BJPയുടെ ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം എന്നെ കാണണം, പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അദ്ദേഹം പോകുന്ന വഴിയിൽ റോഡിലെ ഒരു ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ ഫ്ലാറ്റിലിട്ട് നടന്നു. അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞാലൊക്കെ ഞാനങ്ങ് മാറും. എന്താ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ അനങ്ങുന്ന ധരിച്ചേ. അത് സുധാകരനെ നോക്കിക്കൊള്ളാം, അതിനുള്ള ആളല്ല ജയരാജൻ. ഞാൻ അപ്പോഴും ഇപ്പോഴും ധരിക്കുന്ന അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞു എന്താ വന്നത്, അല്ല ഞങ്ങളിവിടെ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോകുകയാണല്ലോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന്. വളരെ താങ്ക്സ് പറഞ്ഞു. എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ ബോധ്യമാണല്ലോ പല കാര്യങ്ങളിലും. അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ്. അതുവഴി പോകുമ്പോൾ എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനതിനത് വിശ്വസിക്കേണ്ട കാര്യം. എന്നോട് പറഞ്ഞ കാര്യങ്ങളേ എനിക്കുള്ളൂ, എനിക്കതേ പറയേണ്ട കാര്യമുള്ളൂ. പറയാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. എന്നോട് അങ്ങനെയുള്ള ഒരു കാര്യവും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന പലരും അവർക്ക് വേണ്ടി എന്തെല്ലോ പറയുകയാണ്. എന്നോട് അങ്ങനെ ഒരു കാര്യവും രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞാൽ അതല്ല നമുക്ക് പിന്നെ ഞാൻ മാത്രം ചർച്ച ചെയ്യേണ്ട. രാഷ്ട്രീയ കാര്യങ്ങൾ എന്താണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞത് അതിപ്പോൾ എനിക്ക് സമയത്ത് ഞാൻ പോവുക. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നന്ദകുമാർക്ക് രണ്ടുപേരുണ്ട്. ഒന്നുമില്ല, നന്ദകുമാറാണ് ഇദ്ദേഹത്തെയും കൂട്ടി വരുന്നത്. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹവും എന്നോടൊപ്പം നിലനിൽക്കും. നന്ദകുമാറെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ തൃശ്ശൂരത്തെ കാര്യം പറയുന്നു, വിട്ടുവീഴ്ച. എന്നോട് അദ്ദേഹം ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഹിന്ദി സംസാരം എനിക്ക് അത്ര പ്രിയമുള്ളത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുമില്ല. അങ്ങനെ അധികം സംസാരിച്ചിട്ടുമില്ല. എനിക്കങ്ങനെ തോന്നണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അല്ല, അത് പറയുന്നവർ പരിശോധിക്കാന്നില്ല. എൻ്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു, കണ്ടു, പരിചയപ്പെട്ട് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടത് പരിചയപ്പെടാൻ വന്നതാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ഞാൻ പറഞ്ഞു രാഷ്ട്രീയമൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം, തീർന്നു. ജാവേദ്കറാണ്. അല്ല, എനിക്കത് ഞാൻ എൻ്റെ കാര്യമില്ലേ എനിക്ക് പറയാൻ പറ്റൂ. ജാവേദ്കറുടെ കാര്യം പറയാൻ ഞാനാരാ? ഞാൻ എൻ്റെ കാര്യം പറയുന്നു. എനിക്ക് പിന്നെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല. ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയും, തുറന്ന് പറയും. പിന്നെ അവസരവാദികളും സ്വന്തം താല്പര്യക്കാരും കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളുക, നിങ്ങൾ നോക്കിക്കൊള്ളുക.